ഞാനെന്നാഥനെ ഓർക്കും. ആയിരങ്ങൾ മധ്യേ ഞാൻ നാഥനെ ഓർക്കും. ഇന്നൊരു സദ്യയുടെ ഉപമയാണ് യേശു പറയുന്നത്. ഭക്ഷണത്തിന് വേണ്ടി കുറേവരെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചവരൊക്കെ സമയത്ത് കുറേ ഒഴിവുകഴിവുകൾ പറഞ്ഞു. അവർക്ക് അവരുടേതായ തിരക്കിനെക്കുറിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്തു. വിളിച്ച യജമാനന് ദേഷ്യം വന്ന് കാണും. തീർച്ചയായിട്ടും അതുകൊണ്ട് അയാൾ വിളിച്ച ആളിലേക്ക് മാറ്റി ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയൊക്കെ വിളിച്ചു. നിങ്ങളെല്ലാവരും ഭക്ഷണത്തിന് വാ. ഈ ദാസൻ ഉടനെ പോയി ഇവരെയും വിളിച്ചിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞൊരു വാക്ക് വളരെ മനോഹരമാണ്. പറഞ്ഞത് ഇങ്ങനെയാണ്: യജമാനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അയാളുടെ ജോലി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സദ്യ ഒരുക്കുന്നു, അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു വരാതിരിക്കുന്നു, വേറെ ഏറ്റവും മാറ്റി നിർത്തപ്പെട്ടവരെ വിളിക്കാൻ പറയുന്നു, വിളിക്കുന്നു, അവരെല്ലാവരും വന്ന് പന്തിൽ നിറയുന്നു. എന്നിട്ട് ആ ദാസൻ പോയി യജമാനോട് പറയുകയാണ്, ഇനിയും സ്ഥലമുണ്ട് യജമാനെ, ഇനിയും കുറേ സ്ഥലമുണ്ട്, ഇനിയും പോയി വിളിക്കട്ടെ ഞാൻ. ഇതാണ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്തം. നമ്മളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്തുവിൻ്റെ പന്തലിലേക്ക് നമ്മൾ ആളെ കൂട്ടണം. ക്രിസ്തുവിൻ്റെ ഇടത്തിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. അവൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കണം. ഇതാണ് ഒരു ക്രൈസ്തവൻ്റെ ഉത്തരവാദിത്തം, ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ ഉത്തരവാദിത്തം. ഇനിയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് അനേകരെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. മാറ്റി നിർത്തപ്പെട്ടവരെയും കയറാൻ യോഗ്യതയില്ലാത്തവനെയും ഒരിക്കലും അടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ദൂരെ നിൽക്കുന്നവനെയൊക്കെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് അവർക്കിട നൽകണം. അതാണ് നമ്മുടെയൊക്കെ ദൗത്യം. അല്ലാതെ സ്ഥലം നിറഞ്ഞു എന്ന് പറഞ്ഞ് നോ എൻട്രി പറയേണ്ടവരല്ല നമ്മൾ. ഇനിയും ഒത്തിരി സ്ഥലമുണ്ടെന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. കാരണം നമ്മളൊക്കെ അകത്താണ്. ഏതൊക്കെയോ ജീവിത സാഹചര്യം കൊണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞവരല്ലേ നമ്മൾ, ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരല്ലേ നമ്മൾ, ആ മാധുര്യം രുചിച്ചവരല്ലേ നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞ ക്രിസ്തുവിനെ, നമ്മൾ മനസ്സിലാക്കിയ ക്രിസ്തുവിനെ, നമ്മൾ ജീവിച്ച ക്രിസ്തുവിനെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അവരെയും കൂടി കൈപിടിച്ച് ഈ പന്തലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടോ? അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പ്രിയമുള്ളവരെ, ഇപ്പോഴും കുറേ പേര് പുറത്തുണ്ട്. ഇപ്പോഴും കുറേ പേർക്ക് ക്രിസ്തുവിനെ അറിയില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. ഈ മനസ്സിലാകാതെ പോയും ദൂരെ നിൽക്കുന്ന മനുഷ്യരെയൊക്കെ ഇനിയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് അവരെയും കൂടി കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ യജമാനൻ്റെ വിശ്വസ്തനായ ദാസന്മാരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാഥനായി പാടും, ഞാനെന്നാഥനായി പാടും. ആയുസ്സുള്ള നാൾ വരെ നാഥനായി പാടും. നാഥനായി പാടും, ഞാനെന്നാഥനായി പാടും. ആയുസ്സുള്ള നാൾ വരെ നാഥനായി പാടും. ആരാധന 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 ആരാധന. ആനന്ദത്തിൻ പൂർണ്ണതയെ, ശാശ്വതമാം സന്തോഷമേ. ആനന്ദത്തിൻ പൂർണ്ണതയെ, ശാശ്വതമാം സന്തോഷമേ. ദൂതരെ വന്നിടൂ, ഞങ്ങളെ നോക്കിടൂ, നാഥനായി പാടുവാ